ഇന്ന് കസ്റ്റഡി ആപ്ലിക്കേഷനാണ് വെച്ചിരുന്നത്, ബെയിൽ ആപ്ലിക്കേഷൻ അല്ല ഹിയറിങ്ങിന് വെച്ചിരുന്നത്. കസ്റ്റഡി ആപ്ലിക്കേഷൻ 3 ദിവസത്തേക്ക് കസ്റ്റഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തില്ല, ബിക്കോസ് സത്യം തെളിയിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. ജാനുവരിയിൽ നടന്നൊരു സംഭവത്തിനാണ്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ആരെ പറ്റി വേണമെങ്കിലും ഏത് സമയത്തും പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഒപ്പോസ് ചെയ്തിട്ടില്ല. നമ്മുടെ ബെയിൽ ആപ്ലിക്കേഷൻ ചൊവ്വാഴ്ചത്തേക്ക് വെച്ചിട്ടുണ്ട് ഹിയറിങ്ങിന്. ഒരു സുപ്രീം കോർട്ടിൻ്റെ പല ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. 5 വർഷത്തിൽ 7 വർഷത്തിൽ താഴെയുള്ള കസ്റ്റഡി കൊടുക്കാവുന്ന, സെൻറ്റൻസ് കൊടുക്കാവുന്ന ഒഫൻസസിൽ അറസ്റ്റ് ചെയ്യരുത്, 35(3) അനുസരിച്ച് നോട്ടീസ് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രതിഭാസമാണ് രാത്രി പോയോ അല്ലെങ്കിൽ ഓടിച്ചിട്ട് ചേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതിയൊക്കെ പറയണത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര സംശയമുണ്ട്. സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 7 വർഷത്തിൽ. ഇത് മാക്സിമം ഇതിനകത്ത് ഒഫൻസ് 5 വർഷം പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസസേ ഉള്ളൂ. എന്തിനാണത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അതാ ഒരു സമയം വരും ആളുകൾ ചോദിക്കുന്നത്. വളരെ ആരോഗ്യ പ്രശ്നമുണ്ട് അങ്ങേരുടെ. സാറേ പറയട്ടെ, ഞാൻ കേസിനെ സംബന്ധിച്ച് ഒരു കാര്യവും പറയില്ല. കേസിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. കോടതിയിൽ പെൻഡിങ് ആണ്. ഇന്ന് നടന്ന സംഭവം നടന്നു കഴിഞ്ഞതുകൊണ്ട് പറയുകയാണ്. ആരോഗ്യ പ്രശ്നം, ബാക്ക് പെയിൻ ഉണ്ട് ഭയങ്കരമായിട്ട്, സ്പൈൻ ഇഞ്ചുറി ഉള്ളതാണ്. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഗൻ അത് റിജക്റ്റ് ചെയ്യും ബോഡി. അപ്പോൾ ആ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. കോടതി അതിന് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നും എല്ലാ 24 മണിക്കൂറിനും ഡോക്ടറെ കാണിക്കണം എന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി സൗകര്യങ്ങളും മെഡിസിൻസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡി വന്നത് ആ കാരവൻ പോയി കാണിക്കണം എന്ന് മാത്രമല്ല, അല്ലാണ്ട് എന്തോ 354-ലും 353-ലും എന്താ 354-ൽ എന്ത് കസ്റ്റഡിയാണ് ചോദിക്കേണ്ടത്? എന്ത് റിക്കവർ ചെയ്യാനും? ഒന്നും റിക്കവർ ചെയ്യാനില്ല. അപ്പോൾ അവർക്ക് അത് കാണിക്കണം, അത് മാത്രമേ ഉള്ളൂ. ശനി ഞായറും അല്ലേ, അതിന് തിങ്കളാഴ്ച പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൺഡേ പ്രൊഡ്യൂസ് ചെയ്യണം. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച. അത് കസ്റ്റഡി ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബെയിൽ ആപ്ലിക്കേഷൻ ആർഗ്യ ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പല്ല. എൻ്റെ ഒപ്പീനിയൻ അല്ല, സുപ്രീം കോടതിയുടെ ഒപ്പീനിയനാണ്. സുപ്രീം കോടതി പറഞ്ഞ 7 വർഷം വരെയുള്ള ശിക്ഷയ്ക്ക് അറസ്റ്റ് വേണ്ട, അത് ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ വല്ല ഞാൻ ഫ്ലൈറ്റ് റിസ്ക് ഉണ്ടാവണം, വല്ല പറന്നു പോകുന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കേസിലും ഇപ്പോഴല്ല, ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തുകയാണ്. അതിനുശേഷം എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കും. ഇപ്പോൾ പ്രിലിമിനറി സ്റ്റേജാണ്. അവർ തന്നെ കണ്ടുപിടിക്കുകയാണ്, സത്യസന്ധമായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ലെറ്റ് us hope for the best.